ശ്രീലങ്കയിലെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതയ്ക്കുകയാണ്. മരണസംഖ്യ ഉയരുന്നുണ്ട്. ഇതുവരെ 120-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. 23 പേരെ കാണാനില്ല എന്നും വിവരമുണ്ട്. സമീപകാലത്തൊന്നും ഇത്ര വലിയ ദുരന്തത്തെ ശ്രീലങ്ക നേരിട്ടിട്ടില്ല. വീശിയടിച്ച ചുഴലിക്കാറ്റും പേമാരിയും പ്രളയവും നിരവധി ജീവനുകളാണ് കവർന്നെടുത്തത്. 12,000-ഓളം കുടുംബങ്ങളിലെ 43,000-ലധികം ആളുകളെയാണ് ദുരിതം ബാധിച്ചത്. ആ മനുഷ്യർ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ സ്വത്തെല്ലാം അപ്പാടെ തുടച്ചെടുത്താണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം വിടുന്നത്. കിഴക്കൻ മധ്യ ശ്രീലങ്കൻ ഭൂപ്രദേശത്താണ് ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതച്ചത്. കനത്ത മഴയ്ക്കും പ്രളയത്തിനും പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളും അടച്ചു. ബാദുള്ള ജില്ലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 21 പേരാണ് മരിച്ചത്. ഗതാഗത സംവിധാനങ്ങളും താറുമാറായി. മധ്യപ്രവിശ്യ നഗരമായ ഗംബോലയിൽ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലായി. ശ്രീലങ്കയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇൻഡിഗോ താൽക്കാലികമായി റദ്ദാക്കി. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചു. നാശനഷ്ടങ്ങൾ കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സാഗർ ബന്ധു ദൗത്യത്തിലൂടെ ശ്രീലങ്കയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ ഇതിനകം തന്നെ കൈമാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.